ഇപ്പൊ നിങ്ങൾ നോക്കൂ, വിഴിഞ്ഞം പോർട്ട് ആരുണ്ടാക്കിയതാ? ഉമ്മൻചാണ്ടിന്റെ കാലത്ത് ഒരു കരാറുണ്ടാക്കി. ആ കരാർ വരുന്നതിന് മുമ്പ് BS ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി അന്ന് ടെൻഡർ വിളിച്ചപ്പോ ടെൻഡർ വിളിക്കുന്ന സമയത്ത് വിഴിഞ്ഞം പോർട്ട് സമ്പൂർണമായി നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് പോലെ, കൊച്ചി എയർപോർട്ട് പോലെ പൂർണ്ണമായിട്ടും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സീ പോർട്ട്, തുറമുഖം ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ടെൻഡർ വിളിച്ചപ്പോ ഒന്നാം സ്ഥാനത്ത് വന്ന കമ്പനിക്ക് ആ വർക്ക് അവാർഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ തുകക്ക് തുറമുഖം ഉണ്ടായിത്തരാമെന്ന് പറഞ്ഞ കമ്പനിക്ക് വർക്ക് കൊടുക്കാൻ പോയി. അപ്പോഴാണ് UPA ഗവൺമെന്റ് സമയമാണ്. UPA ഗവൺമെന്റ് പറഞ്ഞു ചൈനീസ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഗ്ലോബൽ ടെൻഡറാണ്, ചൈനീസ് കമ്പനിയാണ് ഏറ്റവും ചുരുങ്ങിയ ചിലവര് ഇത് ഉണ്ടായിത്തരാന്ന് പറഞ്ഞു, പോർട്ട് ഉണ്ടായിത്തരാന്ന് പറഞ്ഞത്, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ആ ടെൻഡർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ക്യാൻസൽ ചെയ്ത് തുടർ നടപടിയിലേക്ക് നീങ്ങുന്ന സമയമാകുമ്പോഴേക്ക് സർക്കാർ അങ്ങ് മാറി. പിന്നെ വന്നു ഉമ്മൻചാണ്ടി സർക്കാർ. 4 കൊല്ലം ഒരു ചുക്കും ചൂണ്ടാമ്പും ചെയ്തില്ല. ആ സമയത്താണ് തിരുവനന്തപുരത്ത് തുടർച്ചയായ സമരം. നമ്മൾ മറന്നുപോയതാണ്. ആ സമരത്തിൽ ഏറ്റവും ഒടുവിൽ മനുഷ്യ ചങ്ങലയുടെ ഏറ്റവും ആദ്യത്തെ കണ്ണി അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി ആയിരുന്നു. ആ മനുഷ്യ ചങ്ങല ഉൾപ്പെടെയുള്ള വലിയ സമരം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്നു. അതിന്റെ തൊട്ട് മുമ്പ് അദാനിയെ വിളിച്ചു വരുത്തി ഒരു കരാറുണ്ടാക്കി. എന്താ കരാറിന്റെ വ്യവസ്ഥ എന്നറിയും? വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി അദാനിക്കും കൊടുക്കുകയാണ്. പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആകെ 5600 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കണം. പറഞ്ഞില്ല, അദാനിന്റെ നല്ലത് 5600 കോടി രൂപ ചെലവഴിക്കണം സംസ്ഥാന സർക്കാർ. അതാണ് ചെലവഴിക്കേണ്ടത് എത്രയാ? 2300 കോടി രൂപ. ഇപ്പൊ ചെലവഴിച്ച് വന്നപ്പോ 2400 കോടി രൂപ ആയി കണക്ക്. ശരി, 2400 കോടി രൂപ, 5600 കോടി രൂപ സംസ്ഥാനവും 2400 കോടി രൂപ അദാനിയും ചെലവഴിച്ചു. പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പോർട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അദാനിയാണ്, പണം കൊടുക്കുന്ന സംസ്ഥാനമാണ്. അതിന്റെ കൂട്ടത്തിൽ 2400 കോടി രൂപ അദാനി ചെലവഴിച്ചു. ആയിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കരാർ അനുസരിച്ച് BGF എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത്ര വയബിൾ, ഇത് കുറെ കാലം കഴിയുമ്പോൾ ലാഭം കിട്ടുമെന്ന് കണക്കാക്കിയിട്ടാണ് BGF. എന്നിട്ട് ആ BGF എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് 871 കോടിയും സംസ്ഥാന ഗവൺമെന്റ് 871 കോടി രൂപയും ചേർത്ത് 1740 കോടി രൂപയോളം പിന്നെയും കൊടുക്കണം അദാനിക്ക്. അത് പോക്കറ്റ് മണിയാണ്. യഥാർത്ഥത്തിൽ അദാനി അതിനു വേണ്ടി ചെലവഴിച്ചത് 1000 കോടി രൂപ ചോടയാണ്. അവരോട് പറയുന്ന സമയത്ത് അവരോട് യാതൊന്നല്ല ഞങ്ങൾ അതിന് ചേർത്ത് ചെലവഴിച്ചു. യഥാർത്ഥത്തിൽ 1000 കോടി രൂപ ചോട ചെലവഴിച്ച അദാനി. അങ്ങനെയാണ് പുറത്തു വന്നേ. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോ ഉമ്മൻചാണ്ടിയുടെ കരാർ നോക്കി. ഈ കരാറിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സംസ്ഥാന സർക്കാർ പണം മുഴുവൻ ചെലവഴിച്ചിട്ട് 10-40 വർഷക്കാലം അദാനിക്ക് പോർട്ട് നടത്തിക്കൊണ്ടുപോവാ എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, അദാനിയെ ഒഴിവാക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു ടെൻഡർ വിളിക്കാൻ കഴിയുമോ? നിയമപരമായി പരിശോധിച്ചപ്പോ മനസ്സിലായി. അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ പറഞ്ഞു അങ്ങനെ പറ്റില്ല, കാരണം ബൈൻഡിംഗ് ആയിട്ട് കരാറുണ്ട്. കരാറ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അദാനി കോടതി പോകും. കോടതി പോയാൽ പിന്നെ പോർട്ട് ഒഴിക്കും വരില്ല. അഥവാ കേസിൽ അവസാനിച്ചു കഴിഞ്ഞാൽ തന്നെ അദാനിക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ട് മുന്നോട്ട് പോയത്. എന്നിട്ടോ പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഓരോ ഘട്ടത്തിലും VD സതീശൻ കൂട്ടരും തടസ്സം. എന്തിനാണ് ഇത്ര വേഗം തുറമുഖം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഇതിന്റെ ആവശ്യം? അതിനെതിരായിട്ട് പോർട്ടിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ സമരം. ആ സമരത്തിന് മുന്നിൽ പോയിട്ട് സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രസംഗം, ഇടപെടൽ എന്തൊക്കെയാണെന്നു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുക. കേരളം ഭരിക്കുന്നത്, ആ സമയത്ത് ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയിരുന്നില്ല എങ്കിൽ അതിന് നേതൃത്വം നൽകിയത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇച്ഛാശക്തിയുള്ള നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രി ആയിരുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും വിഴിഞ്ഞം പോർട്ട് വരില്ലായിരുന്നു, യാഥാർത്ഥ്യമാകില്ലായിരുന്നു.